മാമ്പഴം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല എരിവും പുളിയും മധുരവും ഒക്കെയുള്ള ഒരു അടിപൊളി ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒഴിച്ചുകറിയുടെ റെസിപ്പി നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. ഒരുപാട് നാരൊന്നുമില്ലാത്ത പെട്ടെന്ന് ഉടഞ്ഞു പോകാത്ത മാങ്ങ വേണം എടുക്കാൻ. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഒരു മൺചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇത്ര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എരിവുള്ള പച്ചമുളകാണിത്. ഇനി നമുക്ക് അതുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ മാങ്ങയുടെ മധുരം ഒക്കെ നോക്കിയിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മാങ്ങ ഏകദേശം ഒരു പകുതി വേവാവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകണ്ടാട്ടോ. ഇതുപോലെ കഷ്ണങ്ങളായിട്ടിരിക്കുന്ന പാകത്തിന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ഒരുപാട് പുളിയില്ലാത്ത തൈര് 2 കപ്പ് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം കട്ടിയിൽ വേണം ഈ ഒരു ചാറ് ഉണ്ടാവേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കേട്ടോ. ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴുത്ത മാങ്ങ കൊണ്ടുള്ള മോര് കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിന്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതുവരെ മാങ്ങ കൊണ്ട് ഇങ്ങനെ ഒരു കറി ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണേ.